നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ കാല് കഴുകാൻ ഒരു ഹൗദുണ്ടാവും. അത് 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാവില്ല. നമ്മളതിൽ നിന്ന് വുളു കൊടുക്കും. അപ്പോൾ വുളു ശരിയാവില്ല. ബക്കറ്റിൽ കൈയിട്ട് വുളു കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ബക്കറ്റിൽ ഇങ്ങനെ കൈയിട്ട് അതിൽ ഇങ്ങനെ വുളു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഇനി ടാപ്പിൽ നിന്ന് വുളു കൊടുക്കുക എന്നുള്ളത് നല്ല രീതിയാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രീതിയല്ല, പക്ഷെ ഒരു രീതിയാണ്. ഹൗദിൽ നിന്ന് വുളു കൊടുക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമമായ രീതി എന്ന് പറയുന്നത്. ടാപ്പിൽ നിന്ന് വുളു കൊടുക്കുകയാണെങ്കിലും ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്ത് വളരെ പ്രധാനമാണ്. ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് വുളു ചെയ്യണം. നമ്മൾ പള്ളിയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകളുടെ സുന്നത്തിനെ കീപ്പ് ചെയ്യണം, സൗകര്യത്തോടൊപ്പം തന്നെ സുന്നത്തും കീപ്പ് ചെയ്യണം. അപ്പോൾ വുളുവിൻ്റെ സുന്നത്ത് ആ രൂപത്തിൽ കിട്ടണമെങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് വുളു കൊടുക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ, പിന്നെ പള്ളിയിൽ വുളു കൊടുക്കാൻ സൗകര്യം ഏർപ്പെടുത്താന്ന് പറഞ്ഞാൽ ശരിക്ക് അത് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മാത്രം ഏർപ്പെടുത്തുന്ന ഒന്നാണ്. ജമാഅത്തിന് പള്ളിയിലോട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് വുളു എടുത്ത് വരലാണ് സുന്നത്ത്. വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് വരലാണ് സുന്നത്ത്. അപ്പോൾ വീട്ടിൽ നിന്ന് വുളു എടുക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ നിർബന്ധിത സാഹചര്യത്തിൽ വുളു കൊടുക്കുക എന്നുള്ളൊരു സംഭവത്തിലാണ് പള്ളിയത്തതൊക്കെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ പള്ളിയത്തെ കറണ്ട് ബില്ല് കുറയും, ഉപയോഗം കുറയുമ്പോൾ കറണ്ട് ബില്ല് കുറയും. അങ്ങനെ കുറേ ഹൈറാത്തുകളുണ്ട്. പള്ളിയിലുള്ള തിരക്കൊഴിവാക്കാൻ പറ്റും. മുമ്പ് നമ്മൾ മയ്യത്തിൻ്റെ ഒരു വിഷയത്തിൽ പറഞ്ഞിരുന്നു. മയ്യത്ത് നിസ്കരിക്കാൻ പോണ സമയത്ത് എന്തായാലും വീട്ടിൽ നിന്ന് മയ്യത്തിൻ്റെ കൂടെ ജനാസക്ക് വേണ്ടി പോകുകയാണെന്ന് നമുക്കറിയാം, മയ്യത്ത് നിസ്കരിക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്ത് പോകലായിരിക്കും. എന്നാൽ മയ്യത്തിനെ കൂടുതൽ സമയം കാത്തു നിർത്താതെ നമുക്ക് എന്ത് ചെയ്യാം, മയ്യത്തിനെ മറമാടുന്ന പ്രവർത്തനങ്ങളിലോട്ട് പോകാം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ വുളു എടുക്കുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിടുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മളിനി മുതൽ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് വുളു ചെയ്യണം. എല്ലാ വിഷയം ചെയ്യുമ്പോഴും ഖിബ്ലക്ക് മുന്നിടണമല്ലോ. ഇനി വുളുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നിയ്യത്ത്. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് നിയ്യത്തിനെ കുറിച്ചാണ്. ആദ്യ ക്ലാസ്സിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയ്യത്ത് എന്താണ് എത്ര പ്രാധാന്യം എന്നൊക്കെ ഓർമ്മപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നിയ്യത്തിലൂടെ എങ്ങനെയൊക്കെ പ്രതിഫലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മളവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു. വുളുവിന് നിയ്യത്ത് വെക്കുക എന്ന് പറയുമ്പോൾ വുളുവിന് 2 രൂപത്തിലുള്ള നിയ്യത്തുകളുണ്ട്. അതായത് വുളു നിസ്കാരം പോലെ തന്നെ വുളുവിൻ്റെ ഉള്ളിൽ ഫർളായ കാര്യങ്ങളുണ്ട്, സുന്നത്തായ കാര്യങ്ങളുണ്ട്. അപ്പോൾ വുളുവിന് 2 നിയ്യത്ത് വെക്കണം. വുളുവിന് 2 നിയ്യത്ത് വെക്കുക എന്ന് പറയും പോലെ തന്നെ സുന്നത്തായ ഒരു കാര്യമാണ് അഊദു ഓതുക, ബിസ്മി ചൊല്ലുക എന്നുള്ള കാര്യം. അപ്പോൾ ഈ 3 കാര്യം ശ്രദ്ധിക്കണം. വുളു തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു വെച്ചു, ഖിബ്ലക്ക് മുന്നിടുക. അത് വുളുവിൻ്റെ പുറത്തുള്ളതാണ്. ഇനി നമ്മൾ പറയുന്ന വുളുവിൻ്റെ ഉള്ളിലോട്ട് ചേർന്ന കാര്യമാണ്. വുളുവിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് നമുക്ക് വെക്കാം? മലയാളത്തിൽ വെക്കുകയാണെങ്കിൽ വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ ഉയർത്തുന്നു എന്നോ ഞാൻ വീട്ടുന്നു എന്നോ അങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്യാം. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഊദു ബിസ്മി, ഇതൊരു സുന്നത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് അതിൻ്റെ താമായ രൂപം. അഊദു ബിസ്മി ഷോർട്ടായിട്ട് ബിസ്മില്ലാ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നല്ലത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ പറയലാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇങ്ങനെ നിയ്യത്ത് വെക്കുമ്പോൾ. അതെന്താ? ഈ നിയ്യത്ത് വെക്കുമ്പോൾ നിയ്യത്തും പ്രവർത്തനവും പരസ്പരം അന്വരിച്ച് വരണം. എന്ന് വെച്ചാൽ പരസ്പരം ചേർന്ന് വരണം. വുളുവിൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്നൊക്കെ പറഞ്ഞൊന്ന് അങ്ങോട്ടൊന്ന് പോയി പേരക്കുട്ടികളിങ്ങനെ കളിക്കുമ്പോൾ കളിക്കാതിരിക്കടാ, അങ്ങോട്ടാക്കട ഇങ്ങോട്ടാക്കട എന്നൊക്കെ പറഞ്ഞ ശേഷമല്ലേ വുളു എടുക്കണ്ടേ? ഒക്കെ വേണ്ട സ്പോട്ടിൽ അടക്കണം, ഒക്കെ കറക്റ്റ് ടൈമിൽ അടക്കണം. അപ്പോൾ ഇത് 3ഉം കൂടി എങ്ങനെ നടക്കാമെന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരു നാവല്ലേ ഉള്ളൂ, ഒരു നാവുകൊണ്ട് 3ഉം കൂടി ഒപ്പം ചെല്ലൽ നടക്കൂലല്ലോ. അപ്പം അതിന് ഏറ്റവും നല്ലത് നമ്മൾ ആദ്യം നിയ്യത്ത് വെക്കുക. വുളുവിൻ്റെ സുന്നത്തിന് ഞാൻ ഉയർത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. ഈ ബിസ്മിലുള്ള സമയത്ത് നിയ്യത്തിനെ മനസ്സിൽ കൊണ്ടുവരിക.
നീയത്ത് പറയൽ സുന്നത്തും കരുതൽ നിർബന്ധമാണ്. നാവുകൊണ്ട് പറയൽ സുന്നത്തും ഖൽബ് കൊണ്ട് കരുതൽ നിർബന്ധമാണ്. അപ്പോൾ അതങ്ങനെ കരുതിയിട്ട് മൂന്നും ചേർന്ന് വന്നുകൊണ്ട് നമ്മൾ വുളുവിൻ്റെ ആദ്യ സ്റ്റെപ്പിലോട്ട് കിടക്കണം. കാരണം വുളുവിൻ്റെ സുന്നത്തുകളുടെ ആദ്യത്തോട് നീയത്ത് ചേർന്ന് വരൽ അത്യാവശ്യമാണ് എന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പം നീയത്ത് പ്രധാനമാണ്. നീയത്തില്ല എന്നുണ്ടെങ്കിൽ വുളു കിട്ടൂല. അപ്പം അതാണ് ആദ്യം നീയത്ത് വേണം. ഖിബിലക്ക് മുന്നിടണം, അഊദ് ചൊല്ലണം, ബിസ്മി ചൊല്ലണം. ഇനി ഒരാൾക്ക് ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് വുളുവിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് ബിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം അയാൾ പിന്നെ ബിസ്മിനെ മടക്കണോ? പിന്നെ ബിസ്മിനെ മടക്കണ്ട. വുളുവിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ബിസ്മി ചൊല്ലിയില്ലല്ലോ എന്ന് ഓർമ്മ വന്നാൽ അപ്പോൾ പിന്നെ ബിസ്മിനെ മടക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ബിസ്മി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹംബലി മദ്ഹബിൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്. ഹംബലി മദ്ഹബിൽ നമുക്ക് സുന്നത്തുള്ളൂ. ഹംബലി മദ്ഹബ് പ്രകാരം നിർബന്ധമാണെന്ന് കാണാം. ബിസ്മി ചൊല്ലിയില്ല എന്നുണ്ടെങ്കിൽ കുല്ലു അംരിൻ ദീബാലിൻ ലം യബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹു അബ്തറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, എന്തൊരു നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ മുന്നേ ബിസ്മി വേണം. എന്ത് നല്ല കാര്യമാണെങ്കിലും അതിന് മുമ്പ് ബിസ്മി വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, പള്ളിയിലോട്ട് പോകുമ്പോൾ, യാത്ര തുടങ്ങുന്ന സമയത്ത്, ഇങ്ങനെ എല്ലാ സമയത്തും ബിസ്മി വേണം. ചൊല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ബിസ്മി ചൊല്ലാനും നമുക്ക് പറ്റണം. അതില്ലെങ്കിൽ ബർക്കത്ത് കുറയും. എന്താ ഈ ബർക്കത്ത് കുറയാന്ന് പറഞ്ഞാൽ, ഫുഡ് കഴിക്കുന്ന സമയത്ത് വയറ് നിറഞ്ഞതുകൊണ്ട് ബർക്കത്ത് കിട്ടൂല. ആ ഫുഡ് ശരീരത്തിന് എഫക്റ്റ് ചെയ്യൂല. യാത്ര പുറപ്പെടുന്ന സമയത്ത് ബിസ്മി ഇല്ലെങ്കിൽ യാത്ര സ്ഥലത്ത് എത്തൂല എന്നുള്ളതല്ല, പ്രതീക്ഷ രൂപത്തിലുള്ള ഗുണം ആ യാത്രയെ കൊണ്ട് നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലൽ സുന്നത്താണ്. അത് ചൊല്ലില്ലെങ്കിൽ ശരീരത്തിൽ കാണൂല എന്നാണ്. അല്ല, ശരീരം മറയും. പക്ഷെ പ്രശ്നം എവിടെയാണ്? അതിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം വെക്കുന്നത് നമ്മൾ വസ്ത്രം ധരിക്കുന്നതിൻ്റെ യഥാർത്ഥമായ ഒരു ഫലം കുറഞ്ഞു പോകും. ഖുർആൻ ഓതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ഇല്ലെങ്കിൽ എന്താ, ഖുർആൻ മുന്നോട്ട് പോകില്ല. ഖുർആൻ മുന്നോട്ട് പോകും. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും എന്നാണ്. ആ പ്രകാശം കിട്ടൂല, വെറുതെ ഒരു ഓത്തായി പോകും. അപ്പം ഇങ്ങനെ എല്ലാ കാര്യത്തിനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. വീട്ടിൽ സ്ത്രീകൾ പാത്രം മൂടി വെക്കുമ്പോൾ, അടുപ്പത്തു നിന്ന് അത് എടുത്തു വെക്കുമ്പോൾ, കഥ കടക്കുന്ന സമയത്ത്, ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെയും ബിസ്മി ചൊല്ലുന്നതാണ് വളരെ സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസ്മി എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ ചൊല്ലണം. ചൊല്ലൽ സുന്നത്താണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ബിസ്മി എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ ചൊല്ലണം.